കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജോമോൻ ചേട്ടേ ഒന്ന് എറണാകുളത്ത് പോയപ്പോഴേക്കും വാങ്ങിക്കൊണ്ടുവന്ന കുറച്ച് അലുക്കുളത്തെ ഐറ്റംസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ഇതേ ലോക്കറ്റിന്റെ ഫ്രെയിമുകളാണ് കേട്ടോ. ഈ ലീഫും ബട്ടർഫ്ലൈയും നിയക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞേക്കണോണ്ട് ബാക്കി എന്ത് വേണേലും നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു ലെയർ UV റെസിനും ചകിരിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും റിങ്ങുകളും പിന്നെ സെന്ററിൽ ഒരു ശിവനെയും കൂടി അങ്ങ് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് വീണ്ടും UV റെസിൻ അഴിച്ച് UV ലൈറ്റിൽ വെച്ച് സെറ്റാക്കി എടുക്കുവാൻ കേട്ടാ. ഒരല്പം മടിച്ചി ആയതുകൊണ്ട് തന്നെ കമന്റിനൊക്കെ റിപ്ലൈ ഇടുന്ന ഒരു ദിവസം ഇരുന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇടുവാണ് കേട്ടോ പതിവ്. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ചകിരിമാലയ്ക്ക് ഇത്രയും ആവശ്യക്കാരുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി തരിക എന്ന് പറയണ നടക്കണ കാര്യമല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ തീരണില്ല. നമ്മുടെ ക്രാഫ്റ്റ് വർക്കും കൂടി ചെയ്യാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റണില്ല. അപ്പൊ എനിക്ക് എന്നോട് എല്ലാവരും ചോദിക്കൂലേ ഉണ്ടാക്കി തരുവാന്ന് ചോദിക്കുമ്പോഴേക്കും തരില്ല പറ്റത്തില്ല എന്ന് പറയാൻ എനിക്ക് പറ്റണില്ല. എനിക്ക് ഭയങ്കര വിഷമമാണത്. ഞാൻ ഈ മാല ഉണ്ടാക്കണം പഠിപ്പിച്ചു തരട്ടെ. അപ്പൊ അത് എങ്ങനെ വേണം എന്നുള്ള കാര്യം താല്പര്യമുള്ളവർ നമ്മുടെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യട്ടെ. ഉണ്ടാക്കി തരാലോ. എത്രണ്ണം വേണം എന്റെ ഇടുവിന്? നമ്മുടെ ഇടുവിന്റെ കൂട്ടുകാർക്ക് കൊടുക്കാനേ 2 എണ്ണം ഉണ്ടാക്കി തരാനാണ് കേട്ടോ പറയണം. ഉണ്ടാക്കി കൊടുക്കാല്ലേ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ ചകിരിനാര് എടുത്തിട്ടാണ് കേട്ടോ നമ്മളിത് മാലയിലേക്ക് കോർക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസിന്റെയും ലിങ്ക് മേലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പറഞ്ഞിരുന്നതേ ചെറിയ മാല മതി എന്നാണ് കേട്ടോ. അപ്പൊ ചെറിയ മാല സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ലോക്കറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ ലോക്കറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ലോക്കറ്റ്.